Hi guys, welcome to my YouTube channel Dark the Techie. Hi guys, welcome back to the course Python Fundamentals. ഇത് നമ്മുടെ ഫസ്റ്റ് കോഴ്സ് ആണ്. ഓക്കെ, ഇതൊരു ബിഗിനർ ലെവൽ കോഴ്സ് ആണ്. പൈത്തണിന്റെ ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് കുറച്ച് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ഭാഷ എന്ന് പറയുന്നത് ശരിക്കും സീറോസ് ആൻഡ് വൺസ്, ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ, ഇത് രണ്ടും മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഓപ്പറേഷൻ റൺ ചെയ്യണം, രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കും. അതിന് നമ്മൾ പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കുറെ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. പൈത്തൺ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പൈത്തൺ ഉണ്ട്, സി ഉണ്ട്, സി പ്ലസ് എസ് ഉണ്ട്, റസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗോ ഉണ്ട്, റൂബി ഓൺ റെയിൽസ് ഉണ്ട്, ജാവ സ്ക്രിപ്റ്റ് ഉണ്ട്, ജാവ ഉണ്ട്, ഇങ്ങനെ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്താണെന്ന് മനസ്സിലായി. ഇനി പ്രോഗ്രാമിംഗ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? പ്രോഗ്രാമിംഗ് നമ്മൾ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ കാണുന്ന വെബ്സൈറ്റുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ബിസിനസ് മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, അതുപോലെ തന്നെ നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർസ്, അതുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൂമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മാത്രമല്ല നമ്മുടെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. ഇന്നത്തെ കാലത്തെ കാറുകളിൽ പോലും പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ നമ്മുടെ ടി വി, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള ഡിവൈസുകളിലെല്ലാം നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീട്ടിലെ ടി വിയിൽ നമ്മൾ ചാനൽ മാറ്റുന്നു, വോളിയം കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഇങ്ങനെയുള്ള ടാസ്കുകളെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് തന്നെയാണ്. നമ്മുടെ ടി വിയിൽ ഒരു മൈക്രോ കൺട്രോളർ ആണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ടിൽ ഒരു മൈക്രോ കൺട്രോളർ ആണ്. നമ്മൾ ആ മൈക്രോ കൺട്രോളറിനകത്ത് കുറെ ഒരു കോഡിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടി വിയിൽ നമ്മൾ ഒരു ചാനൽ മാറ്റുമ്പോൾ ഉണ്ടാവുന്നത് ആ നമ്മുടെ റിമോട്ടിന്റെ പ്രോഗ്രാം അത് സെൻസ് ചെയ്തിട്ട്, ആ ബട്ടൺ ക്ലിക്ക് സെൻസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് കോഡ് റൺ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഒരു സിഗ്നൽ നമ്മുടെ ടി വിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ടി വി ആ സിഗ്നൽ ഡീകോഡ് ചെയ്തിട്ട് അതില് എന്ത് ഓപ്പറേഷൻ ആണോ പറഞ്ഞിരിക്കുന്നത് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ഇതിനെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊസീജിയർ നമ്മൾ കോൾ ചെയ്യുമ്പോൾ മാത്രം അത് ആ പ്രൊസീജിയർ വർക്ക് ചെയ്യും. ആ ഒരു മെത്തേഡാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിച്ചു, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി പ്രോഗ്രാമിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ മോഡേൺ വേൾഡിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാ ഡിജിറ്റൽ സിസ്റ്റംസിലും നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് UiPath എന്നൊക്കെ പറഞ്ഞ് കുറെ ടൂൾസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ടൂളുകൾ നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് തന്നെയാണ്. നമുക്ക് വേണ്ടതായ ഒരു ടാസ്ക്, കമ്പ്യൂട്ടറിൽ റൺ ചെയ്യേണ്ടതായ ഒരു ടാസ്ക് നമ്മൾ അത് ഓട്ടോമേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള സിസ്റ്റം ആണ് എങ്കിലും, ഒരു ലാപ്പ് ആണെങ്കിലും, നമ്മൾ അതിൽ ഉള്ള ചില ടാസ്ക് നമുക്കൊരു ടൈം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയുള്ള വർക്കുകൾക്കെല്ലാം നമുക്ക് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൂമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന് പ്രോഗ്രാമിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള മോഡേൺ വീടുകളിലെല്ലാം കാണാറുള്ള ഒരു സിസ്റ്റമാണ് IoT അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മാർട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതിനും നമ്മൾ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ,
ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പം അതില് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഒരു പ്രോബ്ലം എടുക്കുകയാണ്. നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യാം, അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, രണ്ട് നമ്പറിന്റെ സം കണ്ടുപിടിക്കുക. നമ്മൾ ആ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുവാൻ നമ്മൾ കോഡിംഗ് യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ a equal to b and b equal to a equal to 10 and b equal to 20 അങ്ങനെ രണ്ട് വേരിയബിളിനകത്ത് നമ്മൾ രണ്ട് ഡേറ്റ വെച്ചിരിക്കുന്നു. അപ്പം അതിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രിന്റ് a plus b എന്ന് നമ്മൾ കൊടുത്തിരിക്കും. ഓക്കെ, ഈ ഒരു ഇത് നമ്മൾ പൈത്തണിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കോഡാണ്. ഇതിനെ നമ്മൾ മിഷൻ ലാംഗ്വേജിലേക്ക് നമ്മൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡിനെ നമ്മൾ കോഡിങ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല. അപ്പം സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് കമ്പൈലർ, എന്താണ് ഇന്റർപ്രറ്റർ? കമ്പൈലർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് 0 അല്ലെങ്കിൽ 1 ഈ രണ്ട് വാല്യൂസ് മാത്രമേ പ്രോസസ് ചെയ്യാൻ കഴിവുള്ളൂ. CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ആ ഡിവൈസിന് രണ്ട് വാല്യൂ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് കാണും. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന കോമ്പോണന്റിൽ നമുക്ക് 0 അല്ലെങ്കിൽ അതായത് ഒന്നെങ്കിൽ കറണ്ട് ഉള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സ്റ്റേറ്റ്, അങ്ങനെ ഓൺ അല്ലെങ്കിൽ ഓഫ്, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ആ രണ്ട് സ്റ്റേറ്റിലേക്ക് മാത്രം വർക്ക് ചെയ്യുന്ന ഈ ഡിവൈസിന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു അതിനെ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഹൗ പ്രോഗ്രാമിംഗ് വർക്ക് എന്നുള്ളതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്ക് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ പ്രോഗ്രാമിംഗിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റിലെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നു. ഒരു പ്രോബ്ലം, റിയൽ വേൾഡ് പ്രോബ്ലം നമ്മൾ എടുക്കുന്നു. നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം, അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് നമ്പർ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കും. അതിന് നമുക്ക് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുക, അതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ അതിന് ഒരു കോഡ് റൈറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ പൈത്തണിൽ റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഡ് നമുക്ക് കാണാൻ സാധിക്കും. a equal to 10, b equal to 20 and print a plus b എന്നാണ് നമ്മൾ ഒരു കോഡ് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഡാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയില്ല. കാരണം കമ്പ്യൂട്ടറിലുള്ള സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് അത് വർക്ക് ചെയ്യുന്നത് 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റുകളിലാണ്. അതായത് ഓൺ അല്ലെ ഓഫ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പം ആ ഒരു മിഷൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലൈക്ക് ഈ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോഡിനെ നമുക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. ആ മാറ്റുമ്പോൾ അതിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനാണ് നമ്മൾ ബൈറ്റ് കോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് പ്രോഗ്രാം ഉണ്ട്. ഒന്നാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ. അപ്പൊ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയ കോഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഈ കൺവേർഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് പ്രോഗ്രാം ഉണ്ട്, കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ. രണ്ടിനും രണ്ട് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആണുള്ളത്. കമ്പൈലർ ആണ് എങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഫുൾ കോഡിനെ അവൻ കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡ് ആക്കും. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് CPU-ല് നമ്മൾ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കും. ബട്ട് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആണ്. ഇത് നമ്മൾ ആദ്യം എഴുതിയ കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10 of a equal to 10 and b equal to 20 and print a plus b ഇങ്ങനെയാണ്
മൂന്ന് ലൈൻസ് ആണ് നമ്മുടെ കോഡിലുള്ളത്. അപ്പം ആദ്യത്തെ ലൈൻ a equal to 10 എന്നുള്ളത് എടുക്കും, അതിനെ ബൈറ്റ് കോഡ് ആക്കും, അതിനെ റൺ ചെയ്യും. അടുത്ത് b equal to 20, അതിനെ ബൈറ്റ് കോഡ് ആക്കും, റൺ ചെയ്യും. പ്രിന്റ് a plus b, അതിനെ ബൈറ്റ് കോഡ് ആക്കും, റൺ ചെയ്യും. ഫൈനൽ ഔട്ട്പുട്ടിനെ നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മുടെ കോഡിനെ നമ്മൾ ബൈറ്റ് കോഡിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. അതായത് സീറോസ് ആൻഡ് വൺസിലേക്ക് ആക്കുക എന്നുള്ളതാണ് പർപ്പസ്. അതിനുശേഷമുള്ള സ്റ്റെപ്പ് 4 ആണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ CPU മെമ്മറി യൂസ് ചെയ്ത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ എന്താണോ അതിൽ പറയുന്നത് അത് റൺ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് തരാൻ വേണ്ടിയാണ് നമ്മൾ എക്സിക്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഈ ഇൻപുട്ടിനെ അല്ലെങ്കിൽ അഥവാ ബൈറ്റ് കോഡ് എന്ന് പറയുന്ന നമ്മൾ ആ ഇൻപുട്ടിനെ നമ്മൾ CPU-ലേക്ക് കൊടുക്കും. ഓക്കെ, ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകും. അതായത് നമ്മുടെ ഈ കേസിൽ a equal to 10 and b equal to 20, then print a plus b. അപ്പോൾ a യിൽ ഇരിക്കുന്ന വാല്യൂ 10, b ഇരിക്കുന്ന വാല്യൂ 20. a plus b ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് 30 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ 5 സ്റ്റെപ്പുകളാണ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഇനി ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ പല ടൈപ്പായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. 2, ഹൗ അബ്സ്ട്രാക്ട്, അതായത് എന്തുമാത്രം ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്നുള്ളത്. അപ്പം ഈ 2 കേസാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് കാണാം. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, സ്ക്രിപ്റ്റ് ലാംഗ്വേജ്, മാർക്കപ്പ് ലാംഗ്വേജസ്, ക്വറി ലാംഗ്വേജസ്, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം, ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് C++, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കടക്കുന്നില്ല. C++, അസംബ്ലി ലാംഗ്വേജ് നമ്മൾ ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കാണാനുള്ളതിന്റെ കാരണം അല്ലെങ്കിൽ C++ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന 3 ലാംഗ്വേജുകളും ഹാർഡ്വെയറുമായി അടുത്ത് കിടക്കുന്ന ലാംഗ്വേജാണ്. ഇന്ററാക്ട് ചെയ്യാൻ, ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ മിനിമൽ അബ്സ്ട്രാക്ഷൻ ലെയേഴ്സ് മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇപ്പൊ CPU-ല് നമ്മൾ ഒരു സിയിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ CPP-യിൽ എഴുതിയിരിക്കുന്ന കോഡ് ഡയറക്റ്റ് ബൈറ്റ് കോഡ് ആക്കിയതിനു ശേഷം ആ ബൈറ്റ് കോഡ് നമുക്ക് ഡയറക്റ്റ് CPU-ലിട്ട് റൺ ചെയ്യാൻ പറ്റും. അതാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജിനോട് അടുത്ത് കിടക്കുന്ന ലാംഗ്വേജ് ആണ്. ഫോർ എക്സാമ്പിൾ ജാവ അല്ലെങ്കിൽ പൈത്തൺ നമ്മൾ എഴുതുന്നത് ഹ്യൂമൻ റീഡബിൾ ഫോമിലാണ് എഴുതുന്നത്. ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തൺ അല്ലെങ്കിൽ ജാവ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന പൈത്തൺ അല്ലെങ്കിൽ ജാവ കോഡിനെ നമ്മൾ ബൈറ്റ് കോഡായി കൺവേർട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ജാവയ്ക്കോ അല്ലെങ്കിൽ പൈത്തൺ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ CPU-ല് റൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവയ്ക്കും അല്ലെങ്കിൽ പൈത്തണിനും ഒരു വിർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ജാവയ്ക്കാണെങ്കിൽ JVM, പൈത്തൺ ആണ് PVM. എന്നിട്ട് ആ കറസ്പോണ്ടിങ് വിർച്വൽ മെഷീൻ നമ്മൾ അത് റൺ ചെയ്യും, കോഡ് റൺ ചെയ്യും. അങ്ങനെ റൺ ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇന്ററാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഹാർഡ്വെയറുമായിട്ടുള്ള ഇന്ററാക്ടിങ് ആണ്. നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ ആദ്യം ബൈറ്റ് കോഡ് ആക്കും, ബൈറ്റ് കോഡ് ആക്കിയതിനു ശേഷം കറസ്പോണ്ടിങ് വിർച്വൽ മെഷീൻ റൺ ചെയ്യും. വിർച്വൽ മെഷീൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU-ന്റെ അതുപോലെ തന്നെ മെമ്മറിയുടെ ഒക്കെ പവർ ഒരു അബ്സ്ട്രാക്ട് ആയിട്ട് ഒരു അബ്സ്ട്രാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഇതിന്റെ പവർ എടുത്തുകൊണ്ട് വർക്ക് ചെയ്തതിനു ശേഷം ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത മെത്തേഡാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ലാംഗ്വേജ് അത് C++, പൈത്തൺ, C# ഇങ്ങനെയുള്ള ലാംഗ്വേജസ് എല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്, ജാവ ഉൾപ്പെടെ. കാരണം നമുക്കതിൽ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും.
ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനൽ എൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജിനകത്ത് ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പം BSc കമ്പ്യൂട്ടർ സയൻസ് സെമസ്റ്റർ 1 എന്ന് പറയുന്ന ക്ലാസ്, അതിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിനകത്ത് വരുന്നതായ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അവരെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൽ എൻറ്റിറ്റി, അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ, ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആനിമൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആനിമലിനകത്ത് അകത്ത് വരുന്നതാണ് ലയൺ, ടൈഗർ എന്ന് പറഞ്ഞ് നമ്മൾ അകത്ത് എഴുതി വെക്കുന്ന ഓരോ ഇതിന് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പം ഇതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ ഇപ്പോൾ പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മുമ്പോട്ട് പൈത്തൺ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പായി തന്നെ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റുകൾ അതെങ്ങനെയാണ് നമ്മൾ പൈത്തണിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്താണ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് വൺസ് ക്രിയേറ്റ് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല പ്യൂർലി ബേസ്ഡ് ഓൺ ഫങ്ഷൻ. കൂടുതൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ സ്കാല, ലിസ്പ്, ഹാസ്കൽ, പൈത്തൺ ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പൈത്തൺ നമ്മൾക്ക് ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗ് യൂസ് ചെയ്യാം, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റം ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുകൊണ്ടാണ് അതിനെ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, പവർഷെൽ, വാഷ് എന്നിങ്ങനെയുള്ള ലാംഗ്വേജ് ഒക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ നമുക്ക് സ്ക്രിപ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാൻ സാധിക്കും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമേഷന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻഡിസൈൻ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോട്ടോഷോപ്പിൽ കുറച്ച് എഡിറ്റിംഗ് പർപ്പസുകൾ ചെയ്യും. നിങ്ങൾ സ്ഥിരമായി ചെയ്യാറുള്ള ആ മെത്തേഡ്സ് നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഇൻഡിസൈൻ നിങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് ബോക്സ് വെച്ച് കുറെ കണ്ടന്റ്സ് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആവശ്യമായ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയൊക്കെ നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സ്റ്റൈലുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ സ്ക്രിപ്റ്റിനെ നിങ്ങൾക്ക് റൺ ചെയ്യുമ്പോൾ അവിടെ ആ സ്റ്റൈൽ അപ്ലൈ ആവുന്ന പോലെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. പൊതുവെ എല്ലാ ആപ്ലിക്കേഷൻസും, അതായത് ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഓട്ടോകാഡ്, അതുപോലെ തന്നെ നമ്മുടെ വേർഡ്, നമ്മുടെ പവർ പോയിന്റ്, ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനും തന്നെ നമുക്ക് സ്ക്രിപ്റ്റിംഗ് അവൈലബിൾ ആണ്. ഇൻഡിസൈൻ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ. അടുത്തൊരു ടൈപ്പാണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡോക്യുമെന്റ് ക്രിയേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, HTML, XML ഒക്കെ. ഓക്കെ, അടുത്ത ടൈപ്പാണ് ക്വറി ലാംഗ്വേജ്. ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാറ്റാബേസിന് നമ്മൾ ക്വറി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ, ആവശ്യമുള്ള ഡാറ്റ നമ്മൾ എടുക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ക്വറി ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SQL, സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ്. അടുത്താണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതാണ് C എന്ന് പറയുന്നത്. അത് ബേസ്ഡ് ഓൺ പ്രൊസീജിയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റിമോട്ടിൽ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ കറസ്പോണ്ടിങ് വർക്ക് എന്താണ് നടക്കേണ്ടത് അത് ആ ടൈമിൽ റൺ ചെയ്യും. അപ്പൊ നമ്മൾ ഒരു പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുമ്പോൾ ആ പ്രൊസീജിയർ റൺ ചെയ്യും. ആ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നതിനാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ടൈപ്സ്. നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കായ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമുക്ക് പോകാം. എന്താണ് പൈത്തൺ? പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇതിൽ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ പൈത്തൺ കുറച്ച് സിമ്പിൾ ആണ്. കാരണം പൈത്തൺ നമുക്ക് അതിന്റെ സിന്റാക്സ് നമുക്ക് സിമ്പിളി റീഡബിൾ ആണ്. ഇപ്പം C++ പോലുള്ള ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വളരെ റീഡബിൾ ഫോർമാറ്റിലല്ല, വളരെ കഷ്ടമാണ് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പക്ഷെ
പൈത്തണിൽ അങ്ങനെയല്ല. പൈത്തണിൽ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ റീഡബിൾ ആയിട്ടുള്ള ഒരു സിന്റാക്സ് ആണ് നമുക്ക് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നു, ഡെഫ് ഫ്രം സെറ്റിംഗ്സ്, അതിൽ രണ്ട് പാരാമീറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, ശേഷം കോളൻ ഇട്ടിരിക്കുന്നു, ശേഷം അതിനുശേഷം അടുത്ത ലൈനിൽ നമ്മൾ ഡീബഗ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്തോട്ട് കുറച്ച് ഡാറ്റ എടുത്ത് വെക്കുന്നു, ജസ്റ്റ് റിട്ടേൺ ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് എഴുതുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ചെടുക്കാം എന്താണ് അത് അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കോഡ് വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ പൈത്തന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് എൻറിച്ച്ഡ് ലൈബ്രറി. ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പൈത്തണിൽ ഒരുപാട് വെറൈറ്റി ലൈബ്രറീസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് പൈത്തൺ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വെബ് ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് ജാങ്കോ, ഫാസ്റ്റ് ഇങ്ങനെയുള്ള ലൈബ്രറീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വേണ്ടി നമുക്ക് മാത്ത് എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില ഓരോ ആവശ്യത്തിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നമ്മൾ AI ബേസ് ചെയ്ത് വർക്ക് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബേസ് ചെയ്ത് വർക്ക് ചെയ്ത ഒരാളാണ്, അവർക്ക് ആവശ്യമായ ലൈബ്രറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റാ പ്രോസസിംഗിന് വേണ്ടി പാണ്ടാസ് എന്ന ലൈബ്രറീസ് ഉണ്ട്. അങ്ങനെ പല പല ലൈബ്രറീസ് ഉണ്ട്. ഇഷ്ടംപോലെ ലൈബ്രറീസ് അവൈലബിൾ ആണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പൈത്തൺ പ്രോഗ്രാമേഴ്സിന് ഉള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലൈൻ നമ്മൾ മറ്റ് ലാംഗ്വേജ് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം സിയിൽ നമ്മളൊരു കോഡ് എഴുതുക, ഇപ്പൊ നമ്മൾ എഴുതിയ പോലെ A+B എന്ന് പറയുന്ന ഒരു കോഡ് എഴുതുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മളൊരു കോഡ് ചെയ്യുവാണെങ്കിൽ സിയിൽ നമുക്ക് 10 ലൈൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് 3 ലൈനിൽ നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹിസ്റ്ററി ഓഫ് പൈത്തൺ. പൈത്തൺ ഡെവലപ്പ് ചെയ്തത് ഗുയിഡോ വാൻ റോസം എന്ന ഡച്ച് പ്രോഗ്രാമർ. 1991 എന്റെ ഫസ്റ്റ് റിലീസ് ആണ്. പുള്ളി മോണ്ടി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന് പറയുന്ന ഒരു TV ഷോയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് പൈത്തൺ എന്ന് പറയുന്ന ഒരു വേർഡ്, ആ ഒരു നെയിം ഇതിനെ വിളിക്കാനാണ് പുള്ളി ഇട്ടത്. ഓക്കെ, ഈ ഒരു പേരിടാൻ കാരണം. ഓക്കെ, ദെൻ പൈത്തൺ 2 2000 റിലീസ് ചെയ്തു, പൈത്തൺ 3 2008 റിലീസ് ചെയ്തു. അതിനുശേഷം പൈത്തൺ 3യുടെ പല പല വെർഷൻസ് ആയിട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് വെർഷൻ വന്ന് 3.14.3 ആണ്. ഓക്കെ, പിന്നെ പൈത്തൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൈത്തൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് പൈത്തൺ മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ. പൈത്തൺ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ആണ്, ഈസി ടു ലേൺ. കാരണം ഇംഗ്ലീഷ് ലൈക്ക് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതായതുകൊണ്ടും അതിനകത്ത് സിന്റാക്സ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഫോർമാറ്റ്, അതായത് ആ ഒരു കോഡിന്റെ ഫോർമാറ്റിനാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രാമർ എന്ന് പറയുന്ന പോലെ തന്നെ പ്രോഗ്രാമിംഗ് സിന്റാക്സ് എന്ന് പറയും. ഓക്കെ, ഇനി പൈത്തൺ ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ബൈ ലൈൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. പിന്നെ പൈത്തണിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, മാത്രമല്ല അതിൻ്റെ അകത്ത് മെമ്മറി മാനേജ്മെന്റ് മാനുവലി ചെയ്യേണ്ടതായ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ C++, C ഒക്കെ യൂസ് ചെയ്യും, ലോ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യും. അതും ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ വേറെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, മെമ്മറി മാനേജ്മെന്റ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി മാനേജ്മെന്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പൈത്തണിന് ബിൽറ്റ് ആയിട്ട് നമ്മൾ പൈത്തൺ റൺ ചെയ്യുമ്പോൾ പൈത്തണിന്റെ സൊല്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. CPU മെമ്മറി യൂട്ടിലൈസേഷൻ PVM ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ PVM അതിനെ ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്തു. നമ്മൾ C++ ആണ് കോഡ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ മെമ്മറി മാനേജ്മെന്റിലൂടെ നമ്മൾ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ഓക്കെ, ഈ കേസിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അങ്ങനെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് ഒബ്ജക്റ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, അത് നമ്മൾ മുമ്പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം ആണ്, അതായത് വിൻഡോസിലോ മാക്കിലോ ലിനക്സിലോ ഒക്കെ റൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്, അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു എൻറിച്ച്ഡ് ലൈബ്രറി ഉള്ള ഒരു ലാംഗ്വേജ് കൂടെയാണ്. ഫയൽ ഹാൻഡ്ലിംഗിന് വേണ്ടി, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ, വെബിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, അതുപോലെ തന്നെ ഡാറ്റയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി,
ഫോർ എക്സാമ്പിൾ പാണ്ടാസ് ഒക്കെ അങ്ങനെയുള്ള ലൈബ്രറീസ് ഇഷ്ടം പോലെ ഉള്ള ഒരു ലാംഗ്വേജ് കൂടെയാണ്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ് ഫ്രെയിംവർക്ക് ആണ്. ഇപ്പോൾ മോഡേൺ ഹൈ പെർഫോമൻസ് APIs ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി മൈക്രോ സർവീസ് ആർക്കിടെക്ചർ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫാസ്റ്റ് API എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാങ്കോ അതൊരു ഫുൾ സ്റ്റാക്ക് വെബ് ഫ്രെയിംവർക്ക് ആണ്. അതായത് ഫുൾ സ്റ്റാക്ക് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ആ ഒരു ഫ്രെയിംവർക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന HTML നമുക്ക് സിമ്പിൾ ആയിട്ട് ജാങ്കോ പോലെ നമുക്ക് റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ജാങ്കോ അതുകൊണ്ടാണ് ജാങ്കോ ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഫ്രെയിംവർക്ക് ആണ്. ഫ്ലാസ്കും ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഫ്രെയിംവർക്ക് ആണ്, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. ജാങ്കോ ഒരു ഹെവി വെയിറ്റ് ആണ്. കാരണം അതിൻ്റെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കേപ്പബിലിറ്റി നമ്മുടെ ജാങ്കോയ്ക്കുണ്ട്. പക്ഷെ ഫ്ലാസ്ക് ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ യൂസേജിനൊക്കെ ഒരു മൈക്രോ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനം. നമ്മൾ E-commerce ഒക്കെ പോലെ വലിയ പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ജാങ്കോ ആണ് എപ്പോഴും നല്ലൊരു ഫ്രെയിംവർക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി മറ്റ് ലാംഗ്വേജുകൾ പൈത്തൺ നമ്മൾ വ്യത്യാസം നോക്കാം. C++ ആണ് ഒരു ഹാർഡ് ലാംഗ്വേജ് ആണ്. നമുക്ക് ഈ പറയുന്ന മെമ്മറി മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് അതൊരു ഹാർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. നമുക്ക് പ്രോഗ്രാമിംഗ് അത്ര സിമ്പിൾ അല്ല. അതുപോലെ തന്നെ പൈത്തൺ ആണെങ്കിൽ ഈസിയാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല. ജാവ മീഡിയം ആണ്. കാരണം ജാവയിൽ എന്ന് പറഞ്ഞാൽ സിന്റാക്സ് ഒക്കെ ഭയങ്കര കുറച്ചുകൂടെ C++ ഒക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര ഹെവി സിന്റാക്സ് വരുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവ. ഇനി കോഡിന്റെ ലെങ്ത് പറയുകയാണെങ്കിൽ പൈത്തൺ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. വലിയ ലെങ്ത് ഓഫ് ലൈൻസ് വരത്തില്ല, അധികം നമ്പർ ഓഫ് ലൈൻസ് വരില്ല. പക്ഷെ C++ക്ക് ഇഷ്ടം പോലെ നമ്പർ ഓഫ് ലൈൻസ് വരും. ജാവയ്ക്കകത്തും അതുപോലെ തന്നെ കമ്പയർ ടു C++ അല്ലെ C, ജാവയ്ക്കകത്ത് കുറച്ച് കുറവാണ്. ഓക്കെ, ഇനി നമ്മുടെ എക്സിക്യൂഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തൺ റൺ ചെയ്യുന്നത്. ബട്ട് C++ ജാവ നിന്ന് കമ്പൈലാണ്. ജാവയിലാണെങ്കിൽ നമ്മൾ ബൈറ്റ് കോഡ് ആദ്യം ബിൽഡ് ചെയ്യും, എന്നിട്ട് JVM പോയി വർക്ക് ചെയ്യും. അപ്പം ജാവ യൂസ് ചെയ്യുന്നത് കമ്പൈലേഷൻ ആണ്. അതുകൊണ്ട് C++ യൂസ് ചെയ്യുന്നത് കമ്പൈലറാണ്. ഇനി സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പൈത്തൺ സ്ലോ ആണ്. കാരണം എന്താ വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ബൈറ്റ് കോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് റൺ ചെയ്തിട്ട് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം സ്പീഡ് കുറവായിരിക്കും. പക്ഷെ C++ എന്ന് പറയുന്നത് ഹാർഡ്വെയറുമായിട്ട് അടുത്ത് കിടക്കുന്നുണ്ട്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ബട്ട് ജാവ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആയിട്ട് അടുത്ത് കിടക്കാത്തതുകൊണ്ട് അവൻ സ്ലോ ആയിരിക്കും. എന്നാൽ പൈത്തണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പൈത്തണിൽ ഇന്റർപ്രറ്ററും ജാവയിൽ കമ്പൈലറാണ്. കമ്പൈലർ എല്ലാത്തിനെയും ഒരുമിച്ച് കമ്പൈൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബൈറ്റ് കോഡ് ആക്കിയിട്ട് നമ്മൾ റൺ ചെയ്യുന്നതുകൊണ്ട് അത് ആ ഒരു കേസിൽ സ്പീഡ് കൂടുതലായിരിക്കും പൈത്തണുമായിട്ട് കമ്പയർ ചെയ്ത്. ഓക്കെ, ഇനി യൂസ് കേസ് എന്തൊക്കെയാണ്? എന്റർപ്രൈസ് ഗ്രേഡ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ ജാവയാണ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലും ജാവയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മുടെ പൈത്തൺ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് AI, അതുപോലെ തന്നെ ചില വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് പൈത്തണിലാണ്. അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സിംഗ് വേണ്ടി നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നു. പിന്നെ ഓട്ടോമേഷൻ ആയിട്ട് നമ്മൾ പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ C++ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സിസ്റ്റം പ്രോഗ്രാമിങ്ങിന് വേണ്ടിയാണ്. അതായത് നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ജോയിസ്റ്റിക്ക് വാങ്ങുന്നു. ഓക്കെ, ഒരു പുതിയ ജോയിസ്റ്റിക്ക് വാങ്ങിച്ചു. ആ ജോയിസ്റ്റിക്കിന് അതിൻ്റെതായ ഒരു സോഫ്റ്റ്വെയർ വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് അല്ലെങ്കിൽ മാക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫേംവെയർ, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് C++ പോലുള്ള ലാംഗ്വേജ്. ഇപ്പോൾ വിൻഡോസ് ബിൽഡ് ചെയ്തിരിക്കുന്ന C++ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഹാർഡ്വെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ ഗൂഗിളിൽ ഡൗൺലോഡ് പൈത്തൺ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. പൈത്തണിന്റെ സൈറ്റിൽ കയറി ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും എപ്പോഴും നമുക്ക് ആദ്യം ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈത്തൺ വേർഷൻ എന്ന് പറയുന്നത് പൈത്തൺ 12 ആണ്. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് പൈത്തൺ --- വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പൈത്തൺ 3.12.9 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പൈത്തൺ 13 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നു.
ഇവിടെ ഫയൽസ് കാണിക്കുന്നുണ്ട്, വിൻഡോസിനുള്ളത്, ലിനക്സിനുള്ള, മാക്കിനുള്ളതൊക്കെ. ഞാൻ ഇവിടെ വിൻഡോസിന്റെ 64 ബിറ്റിനുള്ള എക്സിക്യൂട്ടബിൾ ഫയലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. എന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആപ്പ് ഡാറ്റ ലോക്കൽ പ്രോഗ്രാംസ് പൈതൺ 313 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ എനിക്ക് ആഡ് പൈത്തൺ ടു പാത്ത് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻവയോൺമെന്റ് വേരിയബിളിനകത്ത് പൈത്തൺ ആഡ് ആവും. ഓക്കെ, അതെന്തിനാണെന്നുള്ള പറയും. ഇപ്പോൾ എനിക്ക് കിടക്കുന്നത് പൈത്തൺ 3.12.9 ആണ്. അപ്പോൾ 3.12.9 എനിക്ക് 3.13.12 എനിക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അതായത് എന്റെ സിസ്റ്റത്തിന്റെ പൈത്തൺ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇത് ആഡ് പൈത്തൺ exe ടു പാത്ത് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ചെക്ക് ബോക്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ എൻവയോൺമെന്റ് വേരിയബിളിനകത്ത് പോയിട്ട് എൻവയോൺമെന്റ് വേരിയബിളിനകത്ത് സിസ്റ്റം വേരിയബിളിനകത്ത് പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ പാത്തിനകത്ത് കൊണ്ടുവന്ന് ആഡ് ചെയ്യും, നമ്മുടെ പൈത്തണിനെ ആഡ് ചെയ്യും. അതുപോലെ യൂസർ വൈസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവിടെ ഈ പാത്തിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇപ്പൊ ഇത് കണ്ടോ 12 ബിറ്റ് ആഡ് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇത് ആഡ് ചെയ്യും. ഇവിടെ 12 ബിറ്റ് ആഡ് ചെയ്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 13 ആഡ് ആവും. നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുത്തു. ഓക്കെ, ഇത് കുറച്ച് സമയം എടുക്കും ഇൻസ്റ്റാളേഷൻ, നമുക്ക് വെയിറ്റ്. ഓക്കെ, നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇവിടെ ക്ലോസ് ചെയ്യുന്നു. കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഒന്നുകൂടെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് cmd കമാൻഡ് പ്രോംപ്റ്റിൽ പോയി പൈത്തൺ -- ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പുതിയ പൈത്തൺ നമുക്ക് ഇവിടെ ആഡ് ആക്കിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് env പോയി ചെക്ക് ചെയ്യാം. എൻവയോൺമെന്റ് വേരിയബിളിനകത്ത് പോകുന്നു. അവിടെ പാത്തിൽ കയറിയാൽ പൈത്തൺ 13 ഇവിടെ ആഡ് ആയത് കാണാൻ സാധിക്കും. അത് ആഡ് ആയതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ പൈത്തൺ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ പൈത്തൺ 3.13.12 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇല്ല എങ്കിൽ അത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ സിസ്റ്റം പൈത്തൺ 3.12.9 പഴയ വേർഷൻ തന്നെയായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻസ്റ്റാളേഷൻ ഓഫ് പൈത്തൺ കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റിംഗ് എൻവയോൺമെന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. പൈത്തണിന് ബിൽറ്റ് ഇൻ ആയിട്ട് ഒരു ഐഡി തരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് തരുന്നുണ്ട്. അതാണ് IDLE എന്ന് പറയുന്ന പൈത്തണിന്റെ ബിൽറ്റ് ഇൻ എൻവയോൺമെന്റ്. ഇവിടെ നമുക്ക് ഒരു കോഡ് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത പ്രോബ്ലം തന്നെ a = 10, then b = 20, then print a plus b കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പം IDLE യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നമുക്ക് കാണാം. a = 10 അത് കഴിഞ്ഞ് ഞാൻ എൻ്റർ കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ തിരികെ പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ a = 10 എന്ന് പറയുന്ന ആ ഡാറ്റ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ആ കോഡ് ലൈൻ അത് ബൈക്കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, then b = 50, then print a plus b. ഓക്കെ, ഇവിടെ 60 എന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഓക്കെ, then അപ്പം ഈ ഒരു ഐഡി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പ്രോഗ്രാമിംഗ് മെയിൻ നമ്മൾ എന്താ പറയാ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ ഒരു ഐഡി എന്ന് പറയുന്നത് പൊതുവെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. വിഷ്വൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ VS Code എന്ന് പറയുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാനിവിടെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ആന്റിഗ്രാവിറ്റി. ഇനി പൈത്തൺ ആണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് പൈച്ചാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് കോളേജിലെ മെയിൽ ID യൂസ് ചെയ്തിട്ട് അവർക്ക് പ്രോ അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് കിട്ടുന്നതാണ്. അല്ല പ്രൊഫഷണൽ ആണെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി എഡിഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഈ ഒരു ഐഡി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഡെവലപ്മെന്റിന് വേണ്ടി. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഡൗൺലോഡ് പൈച്ചാം എന്ന് കൊടുത്താൽ
നമുക്ക് അതിന്റെ കമ്മ്യൂണിറ്റി എഡിഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻവയോൺമെന്റ് സെറ്റപ്പ്. നമുക്ക് പൈച്ചാൻ വേണമെങ്കിൽ പൈച്ചാൻ യൂസ് ചെയ്യാം. ഇനി അല്ല VS Code ആണ് താല്പര്യമെങ്കിൽ VS Code ഇൻസ്റ്റാൾ ചെയ്ത് VS Code യൂസ് ചെയ്യാം. ഞാനിവിടെ പൈച്ചാമാണ് യൂസ് ചെയ്യുന്നത്. പൈച്ചാനിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം പൈച്ചാനിൽ. അതിന് വിർച്വൽ എൻവയോൺമെന്റ് ഉണ്ട്, കോണ്ട. ഇത് ഒരു ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ആനക്കൊണ്ട അല്ലെ മിനിക്കൊണ്ട എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഇത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. എനിക്ക് ആവശ്യമായ ഒരു വിർച്വൽ എൻവയോൺമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ എന്റെ Python 13 എനിക്ക് ഇവിടെ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ Python 13 ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുവെങ്കിലും ഞാൻ എന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നാം എടുക്കാം. ഓൾറെഡി ആപ്ലിക്കേഷൻ റണ്ണിങ് ആയിരുന്നുകൊണ്ട് സിസ്റ്റത്തിൽ വന്ന ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്കിവിടെ Python 3.13 നമുക്കിവിടെ കാണാൻ സാധിക്കണം. ഞാൻ സെലക്ട് ചെയ്തു, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വെർഷൻ സെലക്ട് ചെയ്തു, ശേഷം ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നത് ആയിട്ട് കാണാൻ സാധിക്കും. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വിർച്വൽ എൻവയോൺമെന്റ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെന്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ മാപ്പ് ചെയ്യും. ഇത് നമുക്ക് മാനുവലി പ്രോസസ് ചെയ്യാവുന്നതാണ്. ഇത് മാനുവലി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫയൽ എക്സ്പ്ലോറർ എടുത്തു, അതിലൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. പ്രോജക്ട്സ് ഓപ്പൺ ചെയ്തിട്ട് CMD ഓപ്പൺ ചെയ്യുന്നു. Then Python -s venv എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വിർച്വൽ എൻവയോൺമെന്റ് ഓട്ടോമാറ്റിക്കായി ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ക്രിയേറ്റ് ആകുന്നതാണ്. ഇത് ഫുള്ള് ക്രിയേറ്റ് ആയി. ഇനി ഇവിടുന്ന് എനിക്ക് ഈ വിർച്വൽ എൻവയോൺമെന്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് ഞാൻ CD venv ആ പേജിലേക്ക് പോകുന്നു, ആ ഒരു ഫോൾഡറിലേക്ക് പോകുന്നു, അത് സ്ക്രിപ്റ്റിൽ പോകുന്നു. ഓക്കെ, സ്ക്രിപ്റ്റ്. ഓക്കെ, ഇപ്പൊ സ്ക്രിപ്റ്റിലാണ്. സ്ക്രിപ്റ്റിൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു നമുക്കൊരു സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കും. ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ക്രിപ്റ്റിനെ നമ്മൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൺ ആവും. ഇപ്പൊ നമ്മൾ പൈത്തന്റെ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇതിൽ കിടക്കുന്ന പൈത്തൺ ആണ്. ഈ എൻവയോൺമെന്റ് വിർച്വൽ എൻവയോൺമെന്റ് കിടക്കുന്ന പൈത്തൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആയ സെയിം തന്നെയാണ് ഇവിടെ നമ്മുടെ വിർച്വൽ എൻവയോൺമെന്റിനകത്ത് നമുക്ക് ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ലിബ് സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ പാക്കേജുകളും വരുന്നത് നമ്മുടെ സൈറ്റ് പാക്കേജസ് എന്ന് പറയുന്നതിലാണ്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഇൻസ്റ്റാൾ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സൈറ്റ് പാക്കേജ് എന്ന് പറയുന്നത് ആ ഒരു ഫോൾഡറിനകത്തായിരിക്കും നമ്മുടെ ഫുൾ ലൈബ്രറീസും വന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ലൈബ്രറീസ് എല്ലാം വരുന്നത്. പാണ്ടാസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിന്റെ ഡിപെൻഡൻസി പാക്കേജുകളായ നമ്പൈ വന്നു, പാണ്ടാസ് ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു സാമ്പിൾ ഒരു കോഡ് നമുക്ക് ഇവിടെ റൺ ചെയ്ത് നോക്കാം. a equal to 10, b equal to 30, sorry 50, then c equal to input, enter a number, then print sum
C equal to A plus B plus C. Okay. Then ഈ കോഡ് നമുക്കൊന്ന് റൺ ചെയ്യാം. കോഡ് റൺ ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൺ ആവുന്നതാണ്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പം എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്ക്രീൻ വന്നു. നമ്മൾ അവിടെ ഒരു 30 എന്ന നമ്പർ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ എറർ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു വേരിയബിളിനകത്തോട്ട് ഒരു ഇൻപുട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് ടൈപ്പ് ആണ് എന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ വരുന്നത്. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ് നമുക്ക് ഇതിന്റെ എൻഡ് ഭാഗങ്ങൾ നമുക്ക് ഈ പൈത്തൺ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ക്ലാസ്സിന്റെ എൻഡ് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മുമ്പോട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ ഇന്റ് ഇവിടെ ഞാൻ കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 90 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡീബഗിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡീബഗിങ് ഓപ്ഷൻ. നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് നമുക്ക് 1 കൊണ്ട് വെച്ചു, ബി എന്ന് പറയുന്നതിനകത്ത് 50 കൊണ്ട് വെച്ചു. പുതിയ നമ്പർ എൻ്റർ ചെയ്യാനുള്ളത് വന്നു. നമ്മളിവിടെ എൻ്റർ കൊടുത്തു, 10 എന്ന് തന്നെ എൻ്റർ കൊടുത്തു. ദെൻ ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്തു 70 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് നടന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനെയാണ് ഡീബഗിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡീബഗിംഗ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്താണ് എറർ വരുന്നത് എന്നുള്ളത് നമുക്ക് ബഗ് ഫിക്സിങ്ങിന് വേണ്ടി നമുക്ക് ഡീബഗ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ പൈത്തൺ നമുക്ക് ബിൽഡിനായിട്ട് തരുന്നുണ്ട്. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് പൈത്തൺ ഇന്റർപ്രറ്റർ. പൈത്തൺ ഇന്റർപ്രറ്ററിൽ നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പൈത്തൺ എന്നുള്ള ഇന്റർപ്രറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ബൈറ്റ് കോഡിനെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ എൻ്റയർ പ്രോഗ്രാമിനെ ഫുൾ ബൈറ്റ് കോഡ് ആക്കാണ്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യും. C++ ലാംഗ്വേജിൽ നമ്മൾ കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നത്. ഫുൾ പ്രോഗ്രാമിനെ എൻ്റയർ കോഡിനെ നമ്മൾ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റൺ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇന്റർപ്രറ്റർ. പൈത്തണിൽ എത്ര ടൈപ്പ് ഓഫ് ഇന്റർപ്രറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പൈത്തണിന്റെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർപ്രറ്റർ എന്ന് സി പൈത്തൺ ആണ്. ഈ സി പൈത്തൺ വൈഡ്ലി യൂസ്ഡ് ഇന്റർപ്രറ്റർ ആണ്. മാത്രമല്ല അത് സിയിലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പർപ്പസ് തന്നെ പൈത്തൺ കോഡിനെ ബൈറ്റ് കോഡ് ആക്കാന്നുള്ളത്. പിന്നെ ഉള്ളതാണ് പൈ. അത് ഒരു അടുത്തൊരു ഓൾട്ടർനേറ്റീവ് ഒരു മെത്തേഡാണ്, ഒരു ഇന്റർപ്രറ്റർ ആണ്, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രറ്റർ ആണ്. ഓക്കെ, അതിന്റെ അത് യൂസ് ചെയ്യുന്ന ഒരു കമ്പൈലേഷൻ മെത്തേഡാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അടുത്തത് ജൈത്തൺ, അതായത് റൺ പൈത്തൺ ഓൺ ജാവ പ്ലാറ്റ്ഫോം. ജാവയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പൈത്തൺ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജൈത്തൺ എന്ന് പറയുന്ന ഇന്റർപ്രറ്ററോട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അയൺ പൈത്തൺ എന്ന് പറയുന്ന ഒരു ഇന്റർപ്രറ്റർ ഉണ്ട്. നമ്മൾ .NET ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം, അയൺ പൈത്തൺ യൂസ് ചെയ്യാം. അപ്പം ഈ 4 പ്ലാറ്റ്ഫോമാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു പൈത്തൺ എങ്ങനെയാണ് ബാക്കെൻഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എക്സിക്യൂഷൻ നടക്കുമോ, പൈത്തണിന്റെ കോഡ് എക്സിക്യൂഷൻ ആണ് ബാക്കെൻഡിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് അതാണ്. ഓക്കെ, നമ്മൾ സോഴ്സ് കോഡിനെ നമ്മൾ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഫയലാണ് പൈസി എന്ന് പറയുന്നത്. ആ ബൈറ്റ് കോഡ് ഫയലിനെ നമ്മൾ പൈത്തൺ വിർച്വൽ മെഷീൻ കൊടുക്കും. വിർച്വൽ മെഷീൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മെഷീൻ ആവശ്യമായ ഇൻസ്ട്രക്ഷനെ ക്രിയേറ്റ് ചെയ്യും. ചെയ്ത് CPU-ലേക്ക് ആ ഇത് ഇൻസ്ട്രക്ഷനെ കൊടുക്കും. ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പൈത്തണിന്റെ എക്സിക്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കോർ സിന്റാക്സ് ആൻഡ് ബേസിക്സ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾസ്, കീവേഡ്സ് ആൻഡ് ഐഡന്റിഫയേഴ്സ്, ദെൻ ഇന്റർനേഷൻ റൂൾ, ദെൻ കമന്റ്സ് എങ്ങനെയാണ് നമ്മൾ പൈത്തൺ കോഡിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടൈപ്പ് കൺവേർഷൻ, അതുപോലെ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റ
സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു മെമ്മറിയാണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് പറയുന്ന ഒരു ന്യൂമറിക് വാല്യൂനെ നമ്മൾ എക്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. ലൈക്ക് അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്നതിനകത്ത് ഡാക് എന്ന് പറയുന്ന ഒരു പേരിന്റെ ഒരു സ്ട്രിങ്ങിനെ നമ്മളോട് സ്റ്റോർ ചെയ്യും. ദെൻ പ്രൈസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഇന്റിജർ വാല്യൂ അല്ല, ഇവിടെ നമ്മളൊരു ഫ്ലോട്ട് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡെസിമൽ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വാല്യൂനെ നമ്മളോട് പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇനി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിനകത്ത് നമുക്ക് വേരിയബിളിനകത്ത് വേണ്ടി നമുക്കൊരു എന്താ പറയാ ഡാറ്റ ടൈപ്പ്, ആ വേരിയബിൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ C++ കോഡ് ചെയ്യുമ്പോഴത്തേക്കും ഏത് വേരിയബിൾ നമ്മൾ എടുത്താലും ആ വേരിയബിളിന് മുമ്പിൽ നമ്മൾ കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കും. ഇവിടെ പൈത്തണിന്റെ ഏറ്റവും ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പ് എന്താണ് എന്നുള്ളത് പൈത്തൺ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ചു. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, ഒരു വേരിയബിൾ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ തന്നെ ഏജ് സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് കേസ് സെൻസിറ്റീവ് ആണ് വേരിയബിൾ. അതായത് ഏജ് സ്മോൾ ലെറ്റർ വരുന്നത് ഒരു വേരിയബിൾ ആയിട്ടും ഏജ് ക്യാപിറ്റൽ ലെറ്റർ വരുന്നത് വേറൊരു വേരിയബിൾ ആയിട്ടും, അങ്ങനെ രണ്ട് വേരിയബിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കത്തുള്ളൂ. അടുത്താണ് കീവേഡ്സ് ആൻഡ് ഐഡന്റിഫയേഴ്സ്. കീവേഡ് എന്ന് പറയുന്നത് പൈത്തണിലുള്ള കുറച്ച് റിസർവ്ഡ് വേർഡ്സിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ഇഫ്, എൽസ്, എൽഇഫ്, ഫോർ, വൈൽ, ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്, ട്രൂ, ഫോൾസ്, നൺ, ഡെഫ്, ക്ലാസ്, റിട്ടേൺ, ഇമ്പോർട്ടന്റ്. ഇങ്ങനെയുള്ള കുറച്ച് കീവേഡുകൾ നമുക്ക് റിസർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് വേർഡ്സ് റിസർവ്ഡ് ആയിട്ടുള്ള പൈത്തണിന് റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്, അതിനാണ് കീവേഡ്. ഇനി ഐഡന്റിഫയേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വേർഡ്സിനാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു വേരിയബിളിന് കൊടുക്കുന്നു, നമ്മൾ മുമ്പ് കണ്ടപോലെ എക്സ് എന്ന് പറയുന്നത് അതൊരു ഐഡന്റിഫയർ ആണ്. ഇനി ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഫംഗ്ഷന് കൊടുക്കുന്ന പേര് അതൊരു ഐഡന്റിഫയർ ആണ്. ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ആ ക്ലാസ്സിന് കൊടുക്കുന്ന പേര് അതൊരു ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയേഴ്സിനും ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്, അതെന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഐഡന്റിഫയർ എപ്പോഴും നമുക്കത് ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. A to Z വരെ സ്മോളോ അല്ലെങ്കിൽ A to Z വരെ അപ്പർ കേസോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ഐഡന്റിഫയർ ഒരിക്കലും ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഐഡന്റിഫയർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പൈത്തണിന്റെ കീവേഡ്സ് ഒന്നും തന്നെ ഐഡന്റിഫയർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൈത്തണിന്റെ കീവേഡ് യൂസ് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഇഫ് ഈക്വൽ ടു 10 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഫ് എന്ന് പറയുന്നത് അവിടെ ഒരു കീവേഡ് ആണ്, പൈത്തണിന്റെ കീവേഡ് ആണ്. അപ്പൊ പൈത്തണിന്റെ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും, അതൊരു വേരിയബിൾ ആയിട്ട് മനസ്സിലാക്കാണ്ട് അവൻ അതൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് വിചാരിച്ച്, ഒരു കണ്ടീഷണൽ ഇഫ് ആണ് എന്ന് വിചാരിച്ച് കോഡ് എറർ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് തരും. അപ്പൊ അത് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് അതായത് ഇപ്പം വേരിയബിൾ നെയിമിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് കീവേഡ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും, കാരണം അവന് മനസ്സിലാക്കും ഇത് വേരിയബിൾ നെയിം ആണ്, കീവേഡ് ആണ്, കൺഫ്യൂഷൻ ഉണ്ടാവും, എറർ ആവും. ഓക്കെ, നമുക്ക് അപ്പം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻഡന്റേഷൻ. പൈത്തൺ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ C++ അങ്ങനെയുള്ള മറ്റ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം തന്നെ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് എഴുതുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡന്റേഷൻ അല്ലെങ്കിൽ സ്പേസ് ആണ്. നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതി അല്ലെങ്കിൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതി അതായത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എഴുതി, ഇഫ് എന്താണ് ഫംഗ്ഷൻ എന്താണെന്ന് മുമ്പോട്ട് പഠിക്കും. നമ്മൾ എഴുതുമ്പോൾ അതിന്റെ താഴെ വരുന്ന നമ്മുടെ വാല്യൂ അത് എന്താണോ അതൊരു 4 സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അതിനാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡന്റേഷൻ അവിടെ മാൻഡേറ്ററി ആണ് ഈ ഒരു ലാംഗ്വേജിൽ. അടുത്തത് കമന്റ്. കമന്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്, സിംഗിൾ ലൈൻ കമന്റ്, മൾട്ടി ലൈൻ കമന്റ്. അതിന് മുമ്പ് കമന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതും, ഒരു കോഡ് എഴുതുമ്പോൾ ആ കോഡ് എന്താണ് അതിന്റെ മീനിങ്, അത് എന്താണ് വർക്ക് ചെയ്യുന്നത്, അത് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ കമന്റ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫംഗ്ഷൻ എഴുതുവാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് എഴുതുവാണെങ്കിൽ അതിന് മുമ്പായി നമ്മൾ മൾട്ടി ലൈൻ കമന്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസ് എന്തിനാണ്, അത് എന്ത് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കും. അതാണ് ഒരു പ്രോഗ്രാമറുടെ ഏറ്റവും നല്ലൊരു
ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു നല്ലൊരു പ്രോഗ്രാമിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരാൾ നാളെ ആ പ്രോഗ്രാം കോഡ് എടുത്ത് നോക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവും എന്താണ് ആ ആൾ ഉദ്ദേശിക്കുന്നത്, ഈ കോഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കമന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ നമ്മൾ കമന്റ് ചെയ്യും, അത് നമ്മൾ ഹാഷ് യൂസ് ചെയ്യും. ഇനി മൾട്ടി ലൈൻ ഉണ്ട്. മൾട്ടി ലൈൻ നമ്മൾ 3 ഇൻവെർട്ടർ കോമേഴ്സ് യൂസ് ചെയ്യും. അത് ഡബിൾ ഇൻവെർട്ടർ ആവാം, സിംഗിൾ ഇൻവെർട്ടർ ആവാം, പ്രശ്നമില്ല. ഇതാണ് കമന്റിന്റെ മെത്തേഡ്സ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇൻപുട്ട് നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് നമ്മൾ ടെർമിനലിൽ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ അതിന്റെ ഒരു സാമ്പിൾ കോഡ് നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇൻപുട്ട്, എങ്ങനെയാണ് ഔട്ട്പുട്ട് കാണിക്കുന്നത് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി നമ്മളൊന്ന് കോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ IDE യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ A equal to input enter number A. ഓക്കെ, ഇവിടെ ഞാൻ ഇൻപുട്ട് കൂടെ ഒരു കാര്യം ആഡ് ചെയ്യണം. ഇത് എന്തിനാണ് എന്നുള്ളത് മുമ്പോട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ടൈപ്പ് കൺവേർഷൻ എന്ന ടോപ്പിക് വരുമ്പോൾ പഠിക്കാം. ഇവിടെ ഞാൻ 5 കൊടുത്തു. then b equal to int input enter number b. ഓക്കെ, b ഞാൻ ഒരു 6 കൊടുത്തു. then print a plus b കൊടുത്തു കഴിഞ്ഞാൽ 11 കിട്ടും. അപ്പം ഇവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റും ഇൻപുട്ട് വേണ്ടി നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ കാണിക്കാൻ പ്രിന്റും ഇൻപുട്ട് എടുക്കാൻ ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഡാറ്റ ടൈപ്പിനെ നിന്ന് അടുത്ത ഡാറ്റ ടൈപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 ടൈപ്പ് ഓഫ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പൈത്തൺ മനസ്സിലാക്കുന്നതിനാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ x equal to 10 എന്ന് പറഞ്ഞു, അപ്പൊ പൈത്തൺ ഓട്ടോമാറ്റിക് മനസ്സിലായി ആ x എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വേരിയബിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി നമ്മൾ ഏത് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഇത് പറയുന്നത് എന്നാ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ബേസിൽ നമുക്കൊരു പ്രോഗ്രാം കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായി ഞാനിവിടെ പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നമ്മളിവിടെ x equal to input enter a number and y equal to input enter another number, then print x plus y. Okay, ഈ കോഡിനെ ഞാൻ ഇവിടെ റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ പറഞ്ഞു ഞാൻ ഇവിടെ 5 എന്നത് കൊടുത്തു, സെക്കൻഡ് നമ്പർ ചോദിച്ചു 5 കൊടുത്തു. ഇവിടെ 55 എന്നാണ് പറഞ്ഞത് വന്നത്, ഔട്ട്പുട്ട് വന്നത്. നമുക്ക് ശരിക്കും 5 + 5 ആണ് കിട്ടുന്നത്, 10 ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഇവരെ ഡീഫോൾട്ട് ആയിട്ട് സ്ട്രിംഗ് ആയിട്ട് കൺസോൾ ചെയ്തു. ഓക്കെ, ഒരു സ്ട്രിംഗ് ആവുമ്പോൾ നമ്മളിവിടെ 2 നമ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രിംഗ് കിട്ടുന്നത് ഇപ്പം എക്സിന്റെ സ്ഥാനത്ത് ഞാൻ x equal to a and y equal to b എന്നിട്ട് x plus y കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ
ആഡ് ചെയ്ത് നോക്കുന്നത് എ പ്ലസ് ബി എക്സ് വൈയും ആഡ് ചെയ്യുമ്പോൾ എ ബി എന്ന് കിട്ടി. സെയിം തന്നെ നമ്മൾ ഈ കേസിലും ഇവർ ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ പൈത്തൺ ഡീഫോൾട്ട് ആയിട്ട് അതിനെ ഒരു സ്ട്രിംഗ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് ഈ കേസിലാണ് നമുക്ക് ഇവിടെ ആവശ്യം. അപ്പൊ ഇവിടെ ഇന്റീജർ കൊടുത്താൽ ഇന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇന്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, റൺ ചെയ്യാം. അപ്പം എ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 5 കൊടുത്തു, ബി എന്ന് പറയുന്നത് 5 കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് 10 കിട്ടി. 5 + 5 10 കിട്ടി. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഇതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പം x = 100. x കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 100 എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് അതിൽ നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ക്ലാസ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മളിവിടെ ഇന്റിജർ എന്ന് പറയുന്ന എന്ന് പറയുന്ന ടൈപ്പ് കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ആ സ്ട്രിംഗ് ആയിട്ട് ഇടുന്നതിനെ നമ്മൾ ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്കിവിടെ ബൂൾ യൂസ് ചെയ്യാം. അപ്പൊ ബൂലിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ബൂലിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ഔട്ട്പുട്ട് ആണ് വരുന്നത് നോക്കാം. ഓക്കെ, ബൂലിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ട്രൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇവിടെ ഡാറ്റ ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു എംപ്റ്റി സ്ട്രിംഗ് ആണ് ഡാറ്റ. അങ്ങനെയാണെങ്കിൽ ബൂളിനെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഫാൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് ഇന്റിജറിനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ എറർ അടിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഫ്ലോട്ട് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് പ്രിന്റ് ഫ്ലോട്ട് ഓഫ് എക്സ് കൊടുത്താൽ ഫ്ലോട്ട് ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ ടൈപ്പ് കിട്ടും. ഫ്ലോട്ട് ആണ് നമ്മുടെ ടൈപ്പ്. അപ്പൊ ഇതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ്. ആ സിമ്പിൾ നമ്മൾ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആണ് അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ നമുക്ക് 6 ഓപ്പറേറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അഡീഷൻ നമ്മൾ നേരത്തെ ചെയ്ത കോഡിനകത്ത് നമ്മൾ യൂസ് ചെയ്തു ആഡ് ചെയ്യാൻ വേണ്ടി, സബ്ട്രാക്ഷൻ മൈനസ് ചെയ്യാൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, ഡിവിഷന് വേണ്ടി, മോഡുലോ ഡിവിഷന് വേണ്ടി, പവർ കണ്ടുപിടിക്കാൻ വേണ്ടി, ഫ്ലോർ ഡിവിഷന് വേണ്ടി, അതുപോലെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, ലെസ് ഓർ ഈക്വൽ ടു, then and ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഓർ നോട്ട്, ഇങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് വേണ്ടി, then അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ടു, നമുക്ക് അതുപോലെ പ്ലസ് ഓർ ഈക്വൽ ടു, മൈനസ് ഓർ ഈക്വൽ ടു, ഡിവൈഡ് ഓർ ഈക്വൽ ടു. ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ മുമ്പോട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, അതായത് നമുക്ക് ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ മൊത്തം 6 ഓപ്പറേറ്റേഴ്സ് ആണ് പൈത്തണിലുള്ളത്. ഇത് മുമ്പോട്ട് നമ്മൾ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം.
ഓക്കെ, അടുത്തതായി ഡാറ്റ ടൈപ്സ് ആൻഡ് കൺട്രോൾ ഫ്ലോ. അപ്പം ഡാറ്റ ടൈപ്സ് നമുക്ക് മെയിൻ ആയിട്ട് പൈത്തണിലുള്ളത് ന്യൂമറിക് ടൈപ്പ്, സ്ട്രിംഗ് ടൈപ്പ്, കളക്ഷൻസ്, ബൂലിയൻ ടൈപ്പ് ആൻഡ് സ്പെഷ്യൽ ടൈപ്പ്. അതുപോലെ തന്നെ കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമില് നമ്മൾ ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് കുറെ കൺട്രോൾ ഓപ്പറേഷൻസ്, അതായത് എന്താ പറയാ, ഇപ്പം കുറെ കണ്ടീഷണൽ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ അത് കുറച്ച് നമുക്ക് കുറച്ച് ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ കുറച്ച് ഓപ്ഷൻസ് ആണ് ഈ പറയുന്ന കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെയാണ് ഇഫ്, എൽസ്, എലിഫ്. അതെന്താന്ന് നമുക്ക് കാണാം. അതുപോലെ ടെർണറി ഓപ്പറേറ്റർ, പിന്നെ മാച്ച് കേസസ്, പിന്നെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്, ലൂപ്പ്, എൽസ്, ക്ലോസ്, അതുപോലെ തന്നെ നെസ്റ്റഡ് ലൂപ്സ്. നമുക്ക് ആദ്യം ഡാറ്റ ടൈപ്സിനെ പറ്റി പഠിക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കൊലാബാണ്. അപ്പോൾ കൊലാബിന്റെ ഫയൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും, അതിന്റെ ലിങ്ക്. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് നോട്ട് റെഫറൻസിന് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, നമ്മൾ പൈത്തണിന് എത്ര ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. നമ്മള് ഫസ്റ്റ് വൺ ആണ് ന്യൂമറിക്. ന്യൂമറിക്കിനകത്ത് 3 എണ്ണമുണ്ട്. ഓക്കെ, ഒന്നാമത്തേതാണ് ഇൻ അല്ലെ ഇന്റിജർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഫ്ലോട്ട്. മൂന്നാമത്തെയാണ് കോംപ്ലക്സ്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ 3 ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അതായത് ഞാനിവിടെ കൊലാബിന്റെ കോഡിംഗ് പ്ലാറ്റ്ഫോം എടുത്തിരിക്കുന്നു. ഓക്കെ, x equal to 10, then y equal to -5, then print type of x and type of y. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്റിജർ വാല്യൂ 10 -5, രണ്ടും ഇന്റിജർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോട്ട് നോക്കാം. ഇവിടെ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ x equal to 10.5, okay, 10.5, and y equal to 15.5. ഇതിന്റെ ടൈപ്പ് എന്താണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. x and print type equal to y. ഓക്കെ, രണ്ടും ഫ്ലോട്ട് ആണ്. ഇനി അടുത്തൊരു ടൈപ്പാണ് നമുക്കുള്ളത് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് ടൈപ്പില് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റിയൽ നമ്പറും അതിന്റെ കൂടെ ഒരു ഇമാജിനറി പാർട്ടോട് വരുന്നതിനാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആണ് z equal to 2 plus 3j എന്ന് പറഞ്ഞാൽ കൊടുത്തു വിചാരിക്കും. ഓക്കെ,
നമ്മൾ മാത്സിൽ നമ്മൾ സാധാരണ കാണാറുള്ളതാണ് ഈ ഇമാജിനറി പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പലയിടത്തും നമ്മൾ പണ്ട് മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 2x 3x എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇത് നമ്മൾ ഒരുപാട് മാത്സിൽ ഓരോ ടോപ്പിക്സിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പൈത്തണിൽ നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് അങ്ങനെയുള്ള ഡാറ്റ ആണ്. ഓക്കെ, ഒരു റിയൽ നമ്പർ അതിൻ്റെ കൂടെ ഇമാജിനറി പാർട്ട് ഉണ്ട്. അപ്പം ഇവിടെ പ്രിന്റ് ടൈപ്പ് ഓഫ് ഇസഡ് കൊടുത്താൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ടൈപ്പ് ആണ് പറയുന്നത്. അടുത്തത് ആയിട്ട് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളവിടെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു, അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. നമുക്ക് അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ച അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നിന്ന് അഡീഷൻ, subtraction, multiplication, division, floor division, modulo division and power. Okay, ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് a equal to 10 and b equal to 3. then ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് a പ്ലസ് b, പ്രിന്റ് a മൈനസ് b, പ്രിന്റ് a into b, പ്രിന്റ് a divided by b, a floor division by b, print a mod b, print a double star. Okay, നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടി, മൈനസ് ഇപ്പോൾ 7 കിട്ടി, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ 30 കിട്ടി. ഇനി നമ്മൾ അടുത്ത ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമുക്ക് ബാലൻസ് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ കിട്ടി. ശേഷം അടുത്ത നമ്മൾ ഫ്ലോർ ഡിവിഷൻ നമ്മൾ ചെയ്തു. ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഈ പോയിന്റിന് ശേഷം വരുന്ന വാല്യൂസ് അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ആ ഒരു റിയൽ നമ്പർ മാത്രമായിട്ട് വരുന്നതിനാണ്, അത് ഒരു ഇന്റീജർ വാല്യൂ മാത്രമായിട്ട് ഫ്ലോട്ടിംഗ് നമ്പർ വരാതെ ഇന്റീജർ മാത്രമായിട്ട് വരാൻ വേണ്ടിയാണ് ഫ്ലോർ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മോഡുലോ ഡിവിഷൻ. മോഡുലോ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റിമൈൻഡർ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ ചെയ്ത വാല്യൂ റിമൈൻഡർ ആയിട്ട്. പിന്നെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിച്ചു, ക്യൂബ് കണ്ടുപിടിച്ചു. ഇവിടെ പവർ അതായത് 10⁻³ 10⁻³ എന്ന് പറയുമ്പോൾ 1000 ആണ്. അവിടെ നമ്മൾ 1000 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് സ്ട്രിംഗ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആണ്. ഓക്കെ, sequences of character. Okay, നമുക്ക് ചെയ്തു നോക്കാം. Name equal to dots, print type of name, string എഴുതി. ഓക്കെ, ഇനി അടുത്തത് സ്ട്രിങ്ങിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇൻഡെക്സിങ് അതുപോലെ തന്നെ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രിങ്ങിനകത്ത് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രിങ്ങിൽ നമുക്ക് സ്ട്രിങ്ങിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ 5 ആണ്. അതായത്
DONIS 5 വാല്യൂ ഉണ്ട്. ഈ 5 വാല്യൂവിന് ഓരോ ക്യാരക്ടറും 5 ക്യാരക്ടറിൽ ഓരോ ക്യാരക്ടറും ഓരോ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഇൻഡെക്സ് 0 ആയിരിക്കും. ഇവിടെ 1 2 3 4 അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊടുക്കുകയാണ് പ്രിന്റ് നെയിം ഓഫ് 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വാല്യൂ വന്നു ഡി വന്നു. ഇവിടെ 2 കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത് നടക്കുന്ന വാല്യൂ വന്നു. അപ്പം ഇങ്ങനെ ഇൻഡെക്സ് ഉണ്ട്. അതൊന്നും അടുത്ത സംബന്ധിച്ച് നമുക്കിതിനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ലൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പുറകിൽ നിന്നുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, റിവേഴ്സ് ചെയ്യാം. അങ്ങനെ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് പുറകിലത്തെ ഇൻഡെക്സ് ഏതാണെന്ന് നോക്കാം. നെയിം ഓഫ് -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറകിലത്തെ ഇൻഡെക്സ് കിട്ടും. ഓക്കെ, പുറകിലത്തെ വാല്യൂ കിട്ടി, S കിട്ടി. ഇനി അടുത്തൊരു കാര്യം നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് 4ാമത്തെ വരെ ഉള്ളത് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, എനിക്ക് അതിനെ സ്ലൈസ് ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ നെയിം ഓഫ് 0 to 4 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഉണ്ടോ 4 മാത്രം വരും, 4 മാത്രം വരും. ആദ്യത്തെ 4 അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻഡെക്സും അതിന്റെ ലെങ്തുമാണ് നമ്മൾ സ്ലൈസിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, സ്ലൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇനി ഇതിനെ എനിക്ക് തിരിച്ചെഴുതാൻ പറ്റും. എന്നുവെച്ചാൽ പ്രിന്റ് ഈ കേസിൽ നെയിം ഓഫ് 2 കോളം ഇട്ടിട്ട് -1 കൊടുത്താൽ നമുക്ക് അതിനെ തിരിച്ചെഴുതാം. ഓക്കെ, ഡോണിസ് എന്നുള്ളത് നമുക്ക് SINOD എന്ന് പറഞ്ഞു കിട്ടി, അതായത് തിരിച്ചു കിട്ടി. അപ്പം ഇത് സ്ട്രിങ്ങിനകത്ത് ഇൻഡെക്സിങ് അല്ലെങ്കിൽ സ്ലൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന് ഓരോ ക്യാരക്ടറിന്റെ പൊസിഷനെയാണ് കാണിക്കുന്നത്. സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ട്രിങ്ങിനെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. സ്ലൈസിങ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കുന്നു, പിന്നെ ലെങ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എനിക്ക് 1 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ 1 തൊട്ട് ഇത് ലെങ്ത് വരുമ്പോ 4th 4ാമത്തെ, അതായത് 1 2 3 4 4ാമത്തെ വാല്യൂ വരെ ഉള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിങ്ങിലുള്ള കുറച്ച് മെത്തേഡ്സുകൾ നോക്കാം. methods. S equal to Donis. ഒന്നാമത്തെ മെത്തേഡാണ് എനിക്കിവിടെ ഉള്ള വാല്യൂസ് എല്ലാം എനിക്ക് അപ്പർ കേസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ്. അതിന് പ്രിന്റ് S ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാം അപ്പർ കേസ് ആയിട്ട് കിട്ടും. എല്ലാ വാല്യൂ എനിക്ക് എല്ലാ ക്യാരക്ടറും എനിക്ക് അപ്പർ കേസ് ആയി. ഇനി അടുത്തതാണ് പ്രിന്റ് ഡോട്ട് ഓഫ് S ഡോട്ട് ലോവർ കേസ്. ഇങ്ങനെ കൊടുത്താൽ എനിക്ക് എല്ലാ വാല്യൂ ലോവർ കേസ് ആയിട്ട് കിട്ടും. ഇനി അടുത്താണ് ടൈറ്റിൽ. ടൈറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടോ, ഞാനിവിടെ സ്മോൾ ലെറ്റർ കൊടുത്തു, പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് D ലാർജ് ആയിട്ട് കിട്ടി. അപ്പം ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് പോലെയുള്ള ഒരു ഇതിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ടൈറ്റിൽ യൂസ് ചെയ്യാം. ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഡോണിസ് എബ്രഹാം എന്ന് കൊടുക്കണം, ഫുൾ നെയിം കൊടുക്കണം, എബ്രഹാം. ഇനി എനിക്ക് ഇവിടുന്ന് എനിക്ക് സ്ട്രിങ്ങിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഞാനിപ്പം S ഡോട്ട്
റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന എനിക്കിവിടെ റീപ്ലേസ് ചെയ്യേണ്ട വാല്യൂ എബ്രാം എന്നുള്ളത് എനിക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഞാനിവിടെ പ്രോഗ്രാമർ എന്ന് കൊടുത്തു. ഓക്കെ, കണ്ടോ, എനിക്ക് ഡോണിസ് എബ്രാം ഡോണിസ് ഈസ് എ പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സ്ട്രിങ്ങിലെ ഒരു വാല്യൂ റീപ്ലേസ് ചെയ്യും. ഇനി സ്ട്രിങ്ങിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. സ്പ്ലിറ്റ് ഫംഗ്ഷൻ ചെയ്യണം. എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം എനിക്ക് ഒരു ലിസ്റ്റിനകത്ത്, ലിസ്റ്റ് എന്താണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം, ലിസ്റ്റിനകത്ത് രണ്ട് വാല്യൂ ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് സ്ട്രിംഗ് ഫോർമാറ്റിംഗ്. എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നോക്കാം. ഈ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രിംഗ് ഫോർമാറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ. ഫോർമാറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി, ഒരു സ്ട്രിംഗിനകത്ത് വാല്യൂനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഈ കേസിൽ നെയിം ഈക്വൽ ടു ഡോൺസ്. First name equal to Donis. Second name equal to Abraham. Okay. Ini print dia, print my name is ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഡോട്ട് ഫോർമാറ്റ് എന്ന ഫംഗ്ഷൻ വിളിച്ച് അതിൻ്റെ അകത്ത് ആ ഫംഗ്ഷനകത്ത് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, second name. ഓക്കെ, ഇനി ഈ കോഡ് നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് രണ്ടുപേരും ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേർലി ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം, അടുത്ത കേർലി ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്തിട്ട് സെക്കൻഡ് നെയിം, അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പകരം സിമ്പിൾ ആയിട്ട് ഒരു കോൺകാറ്റനേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് പ്രിന്റ് name, my name is plus first name plus space plus last name. So second name. ഇങ്ങനെ കൊടുത്താലും എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത് ഒരു ബേസിക് മെത്തേഡാണ്. അതായത് കോൺകാറ്റനേഷൻ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ ഉണ്ട് അവിടെ.
ഈ പ്ലേസ് ഹോൾഡറിനെ നമ്മൾ ഫോർമാറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ കോൺകാറ്റിനേഷൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷണൽ ഇൻഡെക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പൊസിഷണൽ ഇൻഡെക്സിങ് ഇതിപ്പോ നമ്മൾ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഫോർമാറ്റിങ്ങിനകത്ത് തന്നെ പൊസിഷണൽ ഇൻഡെക്സിങ് എന്നൊരു പരിപാടി. പൊസിഷണൽ ഇൻഡെക്സിങ്. ഓക്കെ, ഈ കേസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു പൊസിഷൻ ഇതിന് കൊടുക്കും. ഓക്കെ, ആ കൊടുത്ത പൊസിഷനിലേക്കായിരിക്കും എന്നിട്ട് നമ്മൾ ഡാറ്റയെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം പ്രിന്റ് ഫസ്റ്റ് നെയിം, ഓക്കെ, ലാസ്റ്റ് നെയിം, അല്ല ഫസ്റ്റ് നെയിം, ഫസ്റ്റ് ദെൻ ഞാൻ ഇവിടെ ഒരു പ്ലേസ് ഹോൾഡർ ഇട്ടാം. പ്ലേസ് ഹോൾഡറിനകത്ത് വാല്യൂ 0 നോക്കും. ദെൻ കോമ സെക്കൻഡ് നെയിം ആയിട്ട് അവിടെ ഇതുപോലെ തന്നെ ഒരു പ്ലേസ് ഹോൾഡർ ഇട്ട് 1 കൊടുത്തു. ഓക്കെ, ദെൻ ഡോട്ട് ഫോർമാറ്റ് ഫംഗ്ഷൻ വിളിക്കുന്നു. ഫോർമാറ്റ് ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുന്നു. ദെൻ ഫസ്റ്റ് നെയിം കൊടുക്കുന്നു, കോമ സെക്കൻഡ് നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി കാണിച്ചു. ഇവിടെ കണ്ടോ എനിക്ക് ഡോണിസും സെക്കൻഡ് നെയിമായിട്ട് എബ്രാമും കിട്ടി. ഇനി ഇവിടെ ഞാൻ ഈ പൊസിഷൻ ഒന്ന് ജസ്റ്റ് ഇവിടെ തിരിച്ചിടാൻ പോകും. ഇവിടെ 1 ഇവിടെ 0 തിരിച്ചിടാം. നേരെ തിരിഞ്ഞു വന്നു. അപ്പൊ ഇങ്ങനെ പൊസിഷണൽ എൻകോഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ എത്ര പാരാമീറ്റേഴ്സ് ഞാൻ ഇതുപോലെ കൊടുക്കുന്നു, ആ പാരാമീറ്റേഴ്സ് എനിക്ക് 0, 1, 2, 3 എന്നുകൊണ്ട് കൊടുക്കുമ്പോൾ അത് ഇവിടുത്തെ പൊസിഷൻ നോക്കിയിട്ട് ഇവിടെ നമ്മൾ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് ഇൻജെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൊസിഷണൽ ഇൻഡെക്സിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു കേസാണ് നെയിംഡ് ആർഗ്യുമെന്റ്. നെയിംഡ് ആർഗ്യുമെന്റ് അടുത്തൊരു കേസാണ്. ഫോർമാറ്റിംഗിനകത്ത് അടുത്തൊരു കേസാണ് നെയിം ആർഗ്യുമെന്റ്. അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ കൊടുക്കുന്നു. ഫസ്റ്റ് നെയിം കൊടുക്കുന്നു. ദെൻ ശേഷം നമ്മളിവിടെ നെയിം എന്ന് പറഞ്ഞ് അകത്ത് കൊടുക്കുന്നു, ബ്രാക്കറ്റിനകത്ത്. ദെൻ സെക്കൻഡ് നെയിം അവിടെ സെക്കൻഡ് കൊടുക്കുന്നു. ഓക്കെ, ശേഷം ഡോട്ട് ഫോർമാറ്റ് വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിളിനകത്ത് കൊടുക്കും. നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം, കോമ സെക്കൻഡ് ഈക്വൽ ടു സെക്കൻഡ് നെയിം. ഓക്കെ, ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇവിടുത്തെ ഈ വേരിയബിൾ നെയിം വെച്ചിട്ട് ഇവിടെ നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡാറ്റ നമുക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇത് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രിങ്ങിന്റെ ഫോർമാറ്റിംഗ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുകൂടെ നമുക്ക് നോക്കാം. നമ്പേഴ്സിനെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്പേഴ്സിനെ ഫോർമാറ്റ് ചെയ്യാൻ ഒന്ന് ഡെസിമൽ പ്രിസിഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഡെസിമൽ പ്രിസിഷൻ അത് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മൾ പൈ വാല്യൂ എഴുതും. പൈ ഈക്വൽ ടു 3.1415 എന്ന് പറഞ്ഞ് ഞാൻ പൈ വാല്യൂ എഴുതും. ഓക്കെ, ഇവിടെ പ്രിന്റ് പൈ വാല്യൂ ഞാനിവിടെ ഒരു പൊസിഷൻ കൊടുക്കുകയാണ്. ഡോട്ട് 2f ഇതെന്താന്നുള്ളത്
എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോട്ട് ഫോർമാറ്റ് ഓഫ് ഫയൽ ഞാൻ കൊടുത്തു. നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ 3.14 എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ വാല്യൂ, അതായത് 3 എന്ന് പറയുന്ന വേരിയബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 2 ഫാക്ടർ വരാൻ പാടില്ല, അതിൽ കൂടുതൽ എനിക്ക് വരാൻ പാടില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന് പകരം ഇവിടെ 2 മാറ്റി ഇവിടെ 3 ആക്കിയാൽ അപ്പൊ 3 വരും. 4 ആക്കിയാൽ 4 വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എനിക്ക് നമ്പേഴ്സിനെ എനിക്ക് ഈ ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രിന്റ് ചെയ്യുന്നതിന്റെ വിഡ്ത്ത് അലൈൻമെന്റ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. വിഡ്ത്ത് അലൈൻമെന്റ്, നമ്മുടെ വിഡ്ത്ത് അലൈൻമെന്റ് ഫോർമാറ്റ് ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. വിഡ്ത്ത് ആൻഡ് അലൈൻമെന്റ്. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, എന്നിട്ട് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കേർലി ബ്രാക്കറ്റിനകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. എനിക്ക് 10 ഡേറ്റ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 10 ക്യാരക്ടർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡാറ്റ എടുത്ത് വെക്കാൻ പോകും. അപ്പം പൈത്തൺ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് എടുത്ത് വെക്കാൻ പോകും. പൈത്തൺ. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് വന്നു. ഓക്കെ, ഇത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് വന്നു. ഇനി ഇതുപോലെ തന്നെ എനിക്ക് റൈറ്റ് അലൈൻ ചെയ്യാൻ പറ്റും. അതിന് പ്രിന്റ് ജസ്റ്റ് സെയിം തന്നെ ഇവിടെ ഞാൻ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളോട് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഫയൽ ഇങ്ങനെ കൊടുക്കുക. ഇതിപ്പോ റൈറ്റ് അലൈൻമെന്റ് ആയിട്ട് കിട്ടും കേട്ടോ. റൈറ്റ് അലൈൻമെന്റ് ആയിട്ട് കിട്ടും. എനിക്ക് സെന്റർ ആണ് വേണ്ടെങ്കിൽ എനിക്ക് സെന്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് സെൻട്രലായിട്ട് എനിക്ക് ഇത് കിട്ടും. ഡോട്ട് ഫോർമാറ്റ് ഫംഗ്ഷൻ സെയിം തന്നെ പൈതൺ കൊടുക്കും. ഓക്കെ, ഇപ്പൊ സെൻട്രൽ കിട്ടും. അപ്പം ഇതിനെയാണ് നമുക്ക് വിഡ്ത്ത് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ പാഡിങ് ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് നോക്കാം. padding with zeros. Okay, ഈ കേസിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. print okay 0.5 dot format 42. ഓക്കെ, എനിക്കിവിടെ 5 ക്യാരക്ടർ വന്നു. അതിൽ ആദ്യത്തെ 3 എണ്ണം 0 ആയി, 42 വന്നു. അപ്പോൾ 42 വരെ ഞാൻ അവിടെ 2 കൊടുക്കുകയാണെങ്കിൽ എനിക്കവിടെ ആദ്യത്തെ 4 വാല്യൂ എനിക്ക് 0 ആവും, എന്നിട്ട് 2 വരും. അപ്പൊ എനിക്ക് ഇങ്ങനെ പാഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ 15 കൊടുത്തു. 15 കൊടുക്കുമ്പോൾ എനിക്ക് 15 പോയിന്റിന് ശേഷം എനിക്ക് 2 വരും. 10 കൊടുക്കുകയാണെങ്കിൽ 10 കൊടുക്കുകയാണെങ്കിൽ 10 പോയിന്റിൽ ലാസ്റ്റത്തെ പോയിന്റ് 9 പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിന്റ് എനിക്ക് 10 വരും. നേരെ തിരിച്ച് നേരെ 0 1 കൊടുക്കണം. 0 1 കൊടുക്കും, എനിക്ക് ആദ്യത്തെ പോയിന്റിൽ തന്നെ വന്നു. 0 2 ഞാൻ കൊടുക്കുന്നു, എനിക്ക് ഒരു പോയിന്റ് 0 അടുത്ത് അത് 2 വന്നു. ഇപ്പൊ ഞാൻ 2 വാല്യൂ
2 പോയിന്റുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 42 അങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടി എനിക്കിതിനെ യൂസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി എനിക്കിതിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കേസാണ് കോമ സെപ്പറേറ്റർ. ഇത് നമ്മൾ ഒരു എന്താ പറയാ, നമ്മുടെ ഇപ്പം ഒരു ഫിനാൻഷ്യൽ ഇത് വരുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻസിൽ നമ്മൾ പൊതുവെ കാണാറുള്ള കാര്യം, ഇപ്പൊ നമ്മളൊരു 1000 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ 1,30 വരും. അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതിന് പ്രിന്റ് ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് കോമ കൊടുക്കും. ജസ്റ്റ് എന്നിട്ട് ഫോർമാറ്റ് ബ്രാക്കറ്റ് 1000 കൊടുത്ത് ഞാൻ കണ്ടോ കോമ സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പറയുന്ന നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഫോർമാറ്റ് കൊണ്ട് വേറെയും കുറെ ഗുണങ്ങളുണ്ട്. ഫോർമാറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു വാല്യൂന്റെ ബൈനറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം പ്രിന്റ് ഇങ്ങനെ കൊടുത്തിട്ട് ബി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂന്റെ ബൈനറി ഇവിടെ പ്രിന്റ് ആവും. ഓക്കെ, ഡോട്ട് ഫോർമാറ്റ് ബ്രാക്കറ്റിനകത്ത് ഞാനിപ്പോ 255 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കേട്ടോ. ബൈനറിയിൽ ഇത് പ്രിന്റ് ആവും. ഇനി ഒക്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓ എടുത്ത് കഴിഞ്ഞാൽ ഒക്ടയിൽ പ്രിന്റ് ആവും. ഓക്കെ, ഇനി ഹെക്സ വേണമെന്നുണ്ടെങ്കിൽ ഹെക്സ കൊടുത്താൽ ഹെക്സ ഉണ്ടാവും. എച്ച് കൊടുത്താൽ എക്സ് കൊടുത്താൽ ഹെക്സ ഉണ്ടാവും. ഹെക്സാഡെസിമലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ എന്താ പറയാ ഫോർമാറ്റ് ഫംഗ്ഷന്റെ നമ്മുടെ യൂസ് കേസ്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് എഫ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് സ്ട്രിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, കോൺസെപ്റ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നെയിം ഈക്വൽ ടു ഡോട്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് എഫ് ഓഫ് നെയിം ഓൺ നെയിം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെയിം സ്പേസ് ഡോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇനി അടുത്തത് റോ അല്ലെങ്കിൽ ആർ സ്ട്രിംഗ് അല്ലെങ്കിൽ റോ സ്ട്രിംഗ്. റോ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പാത്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആർ പ്രിന്റ് ആർ ബ്രാക്കറ്റിനകത്ത് സി കോളൻ സ്ലാഷ് യൂസേഴ്സ്. ഓക്കെ, ഇങ്ങനെ പാത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ന്യൂമറിക് ടൈപ്പ് പഠിച്ചു, സ്ട്രിംഗ് ടൈപ്പ് പഠിച്ചു. ഇനി നമുക്ക് കളക്ഷൻ ഉണ്ട്, അതുപോലെ ബൂലിയൻ ടൈപ്പ്, സ്പെഷ്യൽ ടൈപ്പ്. ഈ 3 ടൈപ്പാണ് ഈ ഡാറ്റ ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അതുപോലെ കൺട്രോൾ ഫ്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Thank you for watching. See you in the next video. Bye bye.